തിരുവനന്തപുരം നിയമസഭാംഗങ്ങൾ പോലും ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു നിന്ന നിമിഷങ്ങൾ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച സാധാരണ രീതിയിൽ പ്രസംഗങ്ങളും മറുപടികളും കഴിഞ്ഞാൽ അവസാനിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിയന്തര യുദ്ധകളമായി മാറുമെന്ന് ആരും കരുതിയില്ല. ഒരുപക്ഷെ ദശകങ്ങളായി കേരളം മാറി മാറി ഭരിച്ച് സംസ്ഥാനത്തെ കടക്കെണിയിലാക്കി മുടിച്ച LDFും UDFും തങ്ങളുടെ ഭരണപരാജയങ്ങൾ മറച്ചു വയ്ക്കാൻ അവർ പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാനായി ഒരുങ്ങുന്നു. എന്നാൽ ഇത്തവണ കഥ മാറി. ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും കാലം നിയമസഭയിൽ തങ്ങൾക്ക് എതിരാളികളെ ഇല്ലെന്ന് അഹങ്കരിച്ചിരുന്ന ഇരു മുന്നണികളുടെയും മുഖത്ത് നോക്കി സത്യങ്ങൾ വിളിച്ചു പറയാൻ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു. BJPയുടെ BB ഗോപകുമാർ. സഭയിൽ ഉയർന്ന ആ ഒരു വാക്പോരിൻ്റെ ആഴങ്ങളിലേക്ക് പോകും മുമ്പ് കേരളത്തെ ഞെട്ടിച്ച 303-ാം നമ്പർ മുറിയുടെ രഹസ്യവും നമ്മൾ അറിയണം. അതെ, ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ BJPക്ക് ഒരു ഔദ്യോഗിക മുറി അനുവദിക്കപ്പെട്ടിരുന്നു. നിയമസഭാ മന്ദിരത്തിലെ 303-ാം നമ്പർ മുറി BJPയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസായി അത് രൂപാന്തരപ്പെട്ടു. LDFും UDFും ഇത്രയും കാലം കുത്തകയാക്കി വെച്ചിരുന്ന ആ ചുവരുകൾക്കുള്ളിലേക്ക് താമര ചിഹ്നമുള്ള ബോർഡ് ഉയർന്നപ്പോൾ തന്നെ ഇരു മുന്നണികളുടെയും ഉള്ളിൽ തീ പിടർന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ മുറി ഇത്രമാത്രം ചർച്ചയാകുന്നത്? കേരളത്തിൽ LDFും UDFും പുറമെ അടിച്ചു പിരിയുമെങ്കിലും സഭയ്ക്കുള്ളിൽ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. പരസ്പരം അഴിമതികൾ മൂടിവെക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഇവർ കാട്ടിക്കൂട്ടുന്ന സർക്കസുകൾക്ക് ഈ 303-ാം നമ്പർ മുറിയിലെ പുതിയ സാന്നിധ്യം ഒരു വലിയ ഭീഷണിയാണ്. തങ്ങളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇനി സഭയിൽ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയം ഇരു മുന്നണികളെയും അസ്വസ്ഥരാക്കി. ഈ അസ്വസ്ഥത തന്നെയാണ് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ സഭയിൽ കനലായി എരിഞ്ഞതും പിന്നീട് വൻ സ്ഫോടനമായി പൊട്ടിത്തെറിച്ചതും. കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ കുടിശ്ശികയാണ്, KSRTC കട്ടപ്പുറത്താണ്, അതിനു പുറമെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആരാണ്? മുൻ LDF സർക്കാർ. കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. UDF അതിനെ ഭാഗികമായി പിന്തുണച്ചവരുമാണ്. എന്നാൽ ഇവർ ഒളിച്ചു വെക്കുന്ന വലിയൊരു സത്യമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ ഫണ്ടുകളും കൃത്യമായ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് നൽകുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. GST വിഹിതവും വികസന ഫണ്ടുകളും കൃത്യമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടും അതെങ്ങോട്ടാണ് പോകുന്നത്? ഉത്തരം ലളിതമാണ്. മാറി മാറി ഭരിച്ച LDFിൻ്റെയും UDFിൻ്റെയും ധൂർത്തും കെടുകാര്യസ്ഥതയും. കോടികൾ ചിലവഴിച്ചിട്ടുള്ള പരസ്യങ്ങൾ, ആഡംബര യാത്രകൾ, ബന്ധുനിയമനങ്ങൾ, കൺസൾട്ടൻസി, രാജാവ് ചമയലുകൾ, ഇവരുടെ ഈ ധൂർത്ത് കാരണം ഖജനാവ് ശൂന്യമായപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇവർ കണ്ടെത്തിയ എളുപ്പ വഴിയാണ് കേന്ദ്രവിരുദ്ധ വികാരം. ഈ കപട മുഖംമൂടിയാണ് BJP അംഗം BB ഗോപകുമാർ സഭയിൽ വലിച്ചു കയറിയത്. അർഹതപ്പെട്ട ഫണ്ടുകൾ തരുന്നുണ്ടെന്നും കേരളത്തെ മൂടിച്ചത് ഇവിടെ മാറി മാറി ഭരിച്ച ഇരു മുന്നണികളുമാണെന്നും അദ്ദേഹം തുറന്നടിച്ചപ്പോൾ സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് സത്യം എപ്പോഴും കൈപ്പേറിയതാണല്ലോ. ഇനി നമുക്ക് ആ പ്രധാന സംഭവത്തിലേക്ക് വരാം. സഭയിൽ ഇന്ധനവില വർധനവിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിനെ അടിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയമായിരുന്നു. പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ച ആ ആരോപണം ഇത്രയേ ഉള്ളൂ. ഇന്ത്യ നേരത്തെ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്നു. റഷ്യൻ എണ്ണയ്ക്ക് ഏതാണ്ട് 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കണ്ടപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി NDA സർക്കാർ എന്ന് അത് നിർത്തിവെച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട പേടിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ മോദി മുട്ടുമടക്കി എന്ന പിണറായി വിജയന്റെ ഈ പ്രസ്താവന കേട്ട് ഭരണപക്ഷ ബെഞ്ചുകൾ ഡെസ്കിലടിച്ച് ആർത്ത് വിളിച്ചു. അതായത് UDFും മോദിയെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുത്താൻ കഴിഞ്ഞു എന്ന ഭാവത്തിലായിരുന്നു അവർ. എന്നാൽ ഈ ആഹ്ലാദം അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം ഇതിന് മറുപടി നൽകാൻ എഴുന്നേറ്റത് BJPയുടെ BB ഗോപകുമാർ ആയിരുന്നു. അദ്ദേഹം തൊടുത്തുവിട്ട വാക്കുകൾ പിണറായി വിജയന്റെ നെഞ്ചിലേക്കാണ് കൃത്യമായി വന്നു തറച്ചത്. ഗോപകുമാർ മൈക്കെടുത്തു. സഭയിൽ ഒരു നിമിഷം നിശബ്ദത. പിന്നെ കേട്ടത് ഇരമ്പലായിരുന്നു. ഗോപകുമാർ സഭയിൽ വിളിച്ചു പറഞ്ഞു, കേന്ദ്ര ഏജൻസിയായ EDയെ കണ്ടാൽ ഭയന്ന് വിറയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിലെന്നല്ല, ലോകത്തിലെ ഏത് വൻശക്തി രാജ്യത്തിൻ്റെ നേതാവിൻ്റെ മുന്നിലും ഭാരതത്തിൻ്റെ ആത്മാഭിമാനമുള്ള നിലപാടുകൾ ഭയമില്ലാതെ നെഞ്ചുവിരിച്ച് തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആർക്കു മുന്നിലും അദ്ദേഹം തലകുനിക്കില്ല. ഈ ഒരൊറ്റ മറുപടി പിണറായി വിജയൻ്റെ ലാവലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും മാസപ്പടിയും എല്ലാ ED അന്വേഷണങ്ങളും എല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ പ്രഹരമായിരുന്നു അത്. EDയുടെ പേര് കേട്ടാൽ പനിക്കുന്നത് ലോക നേതാക്കൾ
നേതാക്കൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ തല ഉയർത്തിപ്പിടിച്ച നരേന്ദ്രമോദിയെ പേടിയാണെന്ന് അധിക്ഷേപിക്കുന്നതിലെ വൈരുദ്ധ്യം ഗോപകുമാർ സഭയിൽ അക്കമിട്ട് നിരത്തി. ഇതോടെ LDF അംഗങ്ങൾ നിയന്ത്രണം വിട്ട് ആക്രോശിച്ചുകൊണ്ട് അവരുടെ സ്ഥിരം പല്ലവി ഇറക്കി അസഭ്യം വിളിച്ചു പറയും. സഭയുടെ നടുത്തളത്തിലേക്ക് ഇരച്ചുകയറി. സഭയിൽ കനത്ത ബഹളവും വാക്പോരും നടന്നു. സ്പീക്കർക്ക് സഭ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വന്നു. ഈ നാടകീയ രംഗങ്ങൾക്കിടയിലാണ് മറ്റൊരു വലിയ വിവാദം ഉടലെടുത്തത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പീക്കറുടെ നടപടിയെ പരസ്യമായി ചോദ്യം ചെയ്തു. അങ്ങനെ എന്തായിരുന്നു ആ പ്രശ്നം? സഭാ ചട്ടപ്രകാരം അടിയന്തര സമയത്തിന് അനുമതി നിഷേധിക്കുമ്പോൾ അതിനൊപ്പിട്ട കക്ഷി നേതാക്കൾക്കാണ് വാക്കൌട്ട് പ്രസംഗത്തിന് അവസരം നൽകേണ്ടത്. കെ രാജന്റെ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം RJD അംഗം PK പ്രവീണിനെയായിരുന്നു സംസാരിക്കാൻ ക്ഷണിക്കേണ്ടിയിരുന്നത്. എന്നാൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് BJP അംഗം BB ഗോപകുമാറിന് സംസാരിക്കാൻ അനുവാദം നൽകി. ഇതിനെതിരെ പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ സ്പീക്കർ കാണിച്ച കൊള്ളരുതായ്മകളൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. എന്തായാലും ഈ ഉദാര മനസ്സുകൾ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. ഇത് സഭയിൽ എന്തായാലും ഒരിക്കലും ഒരു മോശം കീഴ്വഴക്കമാക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ചിരിച്ചുകൊണ്ടായിരുന്നു സ്പീക്കറിൻ്റെ മറുപടി. സഭയിൽ ആദ്യമായി എത്തിയ പുതിയൊരു അംഗത്തോട് ഇത്രയും ഉദാര മനസ്കത കാണിച്ചുകൂടെ? ഇപ്പോഴേ നമുക്ക് ശത്രുത വേണ്ടല്ലോ എന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ സഭയിൽ നേരിയ ചിരി പടർന്നു. എങ്കിലും ചട്ടങ്ങൾ ലംഘിച്ച് BJPക്ക് സ്പീക്കർ പ്രത്യേക പരിഗണന നൽകിയെന്ന ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം വീണ്ടും ബഹളം വെച്ചു. അത് ഈ 35 സീറ്റിൻ്റെ ആ ഒരു പൊട്ടലാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചട്ടവിരുദ്ധ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെ സഭയിലെ മറ്റൊരു പ്രമുഖ BJP നേതാവായ V മുരളീധരൻ സംസാരിക്കാനായി എഴുന്നേറ്റു. ഇതോടെ പ്രതിപക്ഷ നിരയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. BJPയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന ശാഠ്യത്തോടെ LDF UDF അംഗങ്ങൾ ഒരുമിച്ച് കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇങ്ങനെ പേടിച്ചാലോ? എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് മക്കളെ. ഇരു വിഭാഗവും തമ്മിലുള്ള വാഗ്വാദം പരിധി വിട്ടതോടെ സഭ പൂർണ്ണമായും നിയന്ത്രണാതീതമായി. മുദ്രാവാക്യം വിളികളും ഡെസ്കിലടിയും കൊണ്ട് സഭാതലം പ്രകമ്പനം കൊണ്ടു. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയാണ്. എന്തായാലും സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സ്പീക്കർ അതോടെ നന്ദി പ്രമേയ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതനായി. തുടർന്ന് സഭയിലെ അടുത്ത അജണ്ടയായ ശ്രദ്ധ ക്ഷണിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് വേഗത്തിൽ കടന്നു. എന്തായാലും ഈ ഒരു ദിവസം കൊണ്ട് കേരള നിയമസഭയിൽ വ്യക്തമായത് ചില നിർണായക സത്യങ്ങളാണ്. ഇത്രയും കാലം കേരള ജനതയെ മാറി മാറി ഭരിച്ച് പറ്റിച്ച LDFും UDFും തങ്ങളുടെ ഭരണപരാജയങ്ങൾ മൂടിവെക്കാൻ കേന്ദ്രത്തിനെതിരെ ഒളിയം വേഗം നോക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇനി സഭയ്ക്കുള്ളിൽ ശക്തമായൊരു മൂന്നാം ശക്തിയുണ്ട്. അവരെ ഭയന്നതുകൊണ്ടാണല്ലോ അവരെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കാത്തതും ഭയന്നതും. എന്തായാലും പേടിക്കും നിങ്ങൾ അങ്ങോട്ട്. അധികം വൈകാതെ ഇതിൻ്റെ എല്ലാം റിസൾട്ട് കണ്ടോളും. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇതിലും വലിയ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളായിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിണറായി വിജയൻ്റെ ED-പേടിയെക്കുറിച്ചുള്ള ഗോപകുമാറിൻ്റെ മറുപടിയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.